ഹായ് ഓൾ. ഇന്നിപ്പോൾ സൺഡേ ആണ്. അപ്പോൾ സൺഡേ നല്ല പണിയുള്ള ദിവസമാണ് കേട്ടോ. മക്കളും എല്ലാവരും വീട്ടിലുള്ള ദിവസമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പണിയുമാണല്ലോ. വീട്ടമ്മമാർക്ക് പൊതുവേ നല്ല അത്യാവശ്യം പണിയുള്ളൊരു ദിവസം തന്നെയാണല്ലേ സൺഡേ. എനിക്കും അതുപോലെ തന്നെയാണ് കേട്ടോ. മക്കളുള്ളപ്പോഴാണ് നല്ല പണിയുള്ള ദിവസമാവുന്നത്. ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ലഞ്ചിന് നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സവാള ഞാൻ ഇന്നലെ തന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കട്ടിങ് ഇപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ആണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. സൺഡേയിലെ ഒരു തിരക്ക് മാത്രമല്ല കേട്ടോ, എനിക്ക് ഹസ്ബൻഡ് ഇന്ന് ഈവനിങ് പോകും. അപ്പോൾ അതിന് കുറച്ച് തിരക്കുകളും കൂടി ഉണ്ട് കേട്ടോ. ഹസ്ബൻഡിന് കൊടുത്തു വിടാനുള്ള ഒരു ചമ്മന്തിപ്പൊടി തയ്യാറാക്കി എടുക്കണമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു ചിക്കൻ റോസ്റ്റും കൊടുത്തു വിടാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് തയ്യാറാക്കി എടുക്കണം. ചമ്മന്തിപ്പൊടി ഞാൻ ഇന്നലെ തന്നെ തേങ്ങയൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെയുള്ള പരിപാടി എന്ന് വെച്ചാൽ ഈ ഒരു ചമ്മന്തിപ്പൊടി ഒന്ന് പൊടിച്ചെടുക്കലായിരുന്നു. അപ്പോൾ അതും ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത പണിയെന്ന് വെച്ചാൽ കുറച്ചധികം ചെറിയുള്ളി ഒന്ന് നന്നാക്കി എടുക്കണം. ചിക്കൻ റോസ്റ്റ് ഞാൻ എപ്പോഴും കൊടുത്തു വിടുന്നത് ചെറിയുള്ളി റോസ്റ്റ് ആക്കിയിട്ടാണ് ഉണ്ടാക്കി കൊടുത്തു വിടാറുള്ളത് കേട്ടോ. നമ്മൾ വീട്ടമ്മമാർക്ക് പണി അധികം വരുന്ന ദിവസം നമ്മൾ എളുപ്പത്തിൽ എങ്ങനെ പണി തീർക്കാം എന്നുള്ള ഒരു സെർച്ചിലായിരിക്കും അല്ലേ. അപ്പോൾ ഞാനും ഇന്ന് എളുപ്പത്തിലൊരു ചിക്കൻ കറിയാണ് കേട്ടോ തയ്യാറാക്കി എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുക്കറിലാണ് ഞാൻ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ കുക്കർ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഹീറ്റ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് സ്ലൈസ് ചെയ്ത് വെച്ച സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. അതൊന്ന് നന്നായിട്ട് വഴന്ന് കിട്ടണം. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചിക്കൻ രാവിലെ തന്നെ ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കഴുകി റെഡിയാക്കി എടുക്കണം. അപ്പോൾ കറിക്കുള്ള ചിക്കൻ ആദ്യം ഞാൻ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പം കൊടുത്തു വിടാനുള്ള റോസ്റ്റ് ഉണ്ടല്ലോ, ചെറിയുള്ളി റോസ്റ്റ്, അതിന് വേണ്ട ചിക്കനാണ് ഇപ്പോൾ ഞാൻ കഴുകി എടുക്കുന്നത്. അത് 2 ചിക്കൻ ഉണ്ട്. പക്ഷെ ഞാനതിൽ നല്ല പീസ് മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ആ ഒരു റോസ്റ്റ് ഉണ്ടാക്കി കൊടുത്തു വിടുന്നത് കേട്ടോ. പിന്നെ ഉണ്ടല്ലോ, ഈ കവറുകളൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടാണ് കേട്ടോ വേസ്റ്റിലിടുന്നത്. കാരണം എന്താണെന്നറിയോ, പ്ലാസ്റ്റിക് വേസ്റ്റ് വരുന്ന സമയത്ത് അവരെപ്പോഴും പറയാറുണ്ട് ക്ലീൻ ചെയ്ത് വേണം കവറുകൾ അതിൽ ഇടാനായിട്ടെന്ന്. അപ്പോൾ അതുകൊണ്ട് ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ കവറ് വേസ്റ്റിലിടുന്നത്. അങ്ങനെ ചിക്കൻ്റെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ചിക്കൻ കറി വയ്ക്കാനുള്ള ചിക്കൻ തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അതുപോലെ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. ആ ചിക്കനിൽ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കറി വയ്ക്കുന്ന ചിക്കനിൽ എപ്പോഴും നമ്മൾ ഇതുപോലെ മസാല ഒന്നിട്ട് കുറച്ച് നേരം വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ ചിക്കൻ പീസ് കഴിക്കാനും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ ചെയ്യാറുണ്ട്. മസാല പുരട്ടി വെച്ച ചിക്കനാണ് കറിക്ക് വേണ്ടി യൂസ് ചെയ്യാറുള്ളത് കേട്ടോ. അതുപോലെ തന്നെ ഞാൻ ഹസ്ബൻഡിന് വേണ്ടി ഉണ്ടാക്കുന്ന ചിക്കൻ ചെറിയുള്ളി റോസ്റ്റിൻ്റെ റെസിപ്പി ഞാൻ പിന്നീട് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ജസ്റ്റ് ചിക്കൻ കറി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചിക്കനാണ് ഈ മസാല പുരട്ടി വെക്കുന്നത്. ചെറിയുള്ളി റോസ്റ്റിനുള്ള പരിപാടികളൊക്കെ ഞാൻ പിന്നീടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വീഡിയോ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അതിൻ്റെ റെസിപ്പി വീഡിയോ ഷെയർ ആക്കാം കേട്ടോ. സവാള നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിപ്പോൾ ഫ്രോസൺ ആണ് കേട്ടോ. ഞാൻ എൻ്റെ പണി എളുപ്പമാക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കും, ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എളുപ്പത്തിന് ഇഞ്ചി വെളുത്തുള്ളി അങ്ങ് ചേർത്ത് കൊടുത്താൽ മതി. ഓരോ പീസായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഞാൻ പേസ്റ്റ് ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് പെരിഞ്ജീരകം കൂടി ചേർത്തിട്ടാണ് കേട്ടോ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ മസാലക്ക് ആ ഒരു ടേസ്റ്റും കിട്ടും. അപ്പോൾ അത് ഒരു അടിപൊളിയായിട്ടുള്ളൊരു ടിപ്പാണേ. പിന്നെ ഞാൻ ഈ ഒരു കറി ഉണ്ടാക്കുന്നത് തേങ്ങ വറുത്തരച്ചിട്ട് ഉള്ള കറിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഞാനൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങ ചെറുകിയത് ഞാനൊന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്തുണ്ടല്ലോ, ഇതുപോലെ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഈവനായിട്ട് റോസ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് കേട്ടോ റോസ്റ്റ് ചെയ്തെടുക്കാറുള്ളത്. ഇതിലേക്ക് കുറച്ചധികം ചെറിയുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സവാള നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക്
മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. 1 ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് വേണം കേട്ടോ ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ഈ ഒരു തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കണം. അതുപോലെ ഒരു 1/2 ടീസ്പൂണോളം കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി. ഒന്ന് കളറ് മാറി വരുന്ന ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ കണ്ടില്ലേ, ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാടൊന്ന് ബ്രൗൺ ആക്കുന്നില്ല, ജസ്റ്റ് ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്ത് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒരു വലിയ ചിക്കനാണ് കേട്ടോ കറി വയ്ക്കാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു മസാല പ്രിപ്പയർ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ സവാള ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 5 സവാളയോളം എടുത്തിട്ടുണ്ട്. സവാള കുറച്ച് മതി, ഒരുപാട് ചേർത്ത് കൊടുക്കണ്ട. കാരണം തേങ്ങ ഡ്രൈ റോസ്റ്റ് ചെയ്ത് അരച്ച് മസാല ചേർക്കുന്നതുകൊണ്ട് തന്നെ സവാള കുറച്ച് ചേർത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. പൊടികളുടെ പച്ചമണമൊക്കെ മാറി വരുന്ന സമയത്ത് 4 തക്കാളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് കുക്കായി കിട്ടണം കേട്ടോ. തക്കാളി നന്നായിട്ടൊന്ന് കുക്കായി വരുന്ന സമയത്ത് വേണം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാനായിട്ട്. മസാല പുരട്ടി വെച്ചാൽ ചിക്കൻ ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഡ്രൈ റോസ്റ്റ് ചെയ്ത തേങ്ങ ചൂടാറി കിട്ടുന്ന സമയത്ത് അതൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അരച്ച് പേസ്റ്റാക്കി മാറ്റി വയ്ക്കാം. തേങ്ങ അരക്കുന്ന സമയത്തുണ്ടല്ലോ അതിലേക്ക് 8-10 ബദാം കൂടി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്ത് കൊടുത്താണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 5 മിനിറ്റെങ്കിലും ചിക്കൻ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരണം. അങ്ങനെ ചേഞ്ചായി വന്ന ശേഷം വേണം കുക്കറിൻ്റെ മൂടി ഒന്ന് ക്ലോസ് ചെയ്ത് ഒരു 2 വിസിൽ വരുന്നത് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ നെയ്ച്ചോറിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു ബിരിയാണി പോട്ട് അടുപ്പിൽ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഒഴിച്ച് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള ഒന്ന് സ്ലൈസ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. അതേസമയം തന്നെ ഇതിലേക്ക് കുറച്ച് പൈനാപ്പിൾ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. പിന്നെ ചിക്കൻ കുക്കറിൽ നമ്മൾ കുക്ക് ചെയ്തെടുത്തില്ലേ, അത് നമ്മൾ വേറൊരു പോട്ടിലേക്ക് മാറ്റുന്നുണ്ട്. കാരണം കുക്കറിൽ അത് തികയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് തേങ്ങ നേരത്തെ അരച്ച് വെച്ചില്ലേ, ആ അരപ്പോട് ചേർക്കുക. പിന്നെ ആവശ്യത്തിന് വെള്ളം ചേർക്കുക, ആവശ്യത്തിന് ഉപ്പിടുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. നന്നായിട്ട് തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. അത്രേ ഉള്ളൂ, ചിക്കൻ്റെ പണി തീർന്നു കേട്ടോ. പിന്നെ ഇനി എന്താ, നെയ്ച്ചോറിന് ബസുമതി റൈസ് വെള്ളം വാർത്തെടുത്തത് ഈ ഒരു നെയ്യിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ വെള്ളം ഞാൻ വേറെ സെപ്പറേറ്റ് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് തിളച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കുക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു 2-3 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്ത ശേഷം വേണം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുക. ഒന്ന് തിളച്ച് വെള്ളം പറ്റി തുടങ്ങുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കാം. എന്നിട്ട് വെള്ളം വലിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം കുറച്ച് നെയ്യ് കൂടി ഒന്ന് മുകളിൽ കൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അത്രയേ ഉള്ളൂ കേട്ടോ നെയ്ച്ചോറിൻ്റെ പരിപാടി. അതിൻ്റെ സൈഡായിട്ട് ഞാൻ കുറച്ച് സാലഡ് കൂടി തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് ഒലീവ് ഓയിൽ ഒഴിച്ച് ഉപ്പിട്ട് സാലഡ് തയ്യാറാക്കിയെടുത്തത്. ക്യാരറ്റും കുക്കുംബറും കുറച്ച് സ്ലൈസ് ചെയ്ത സവാളയും കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഈ ഒരു സാലഡ് തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാനുള്ളൊരു പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും വാച്ച് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.